സ്കൂൾ ബസ് നടത്തിപ്പുകാരുടെ അശ്രദ്ധ മൂലം കുട്ടികൾ അപകടത്തിൽപ്പെടുന്നത് ഒമാനിൽ ആദ്യ സംഭവമല്ല. ഓടിക്കൊണ്ടിരുന്ന ബസ്സിൽ നിന്ന് റോഡിൽ തെറിച്ചു വീണ് കുട്ടിക്ക് പരിക്കേറ്റ സംഭവം മീഡിയ 1 നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു 6 മാസം കൂടുമ്പോൾ ഒരു ഇൻസിഡന്റ് ഉണ്ടാവും. അങ്ങനത്തെ ബസ് ഡ്രൈവർക്ക് അല്ലെങ്കിൽ ആ അസിസ്റ്റന്റ് ഒരു ഉത്തരവാദിത്തം ഉണ്ട്. കുട്ടികൾ അതിനകത്ത് നിന്ന് ഇറങ്ങിയോ ആരെങ്കിലും ലെഫ്റ്റ് ഔട്ട് ആയിട്ടോ ശ്രദ്ധിക്കേണ്ട ഉത്തരവാദിത്തം അവർക്കുണ്ട്. ഇത് കൊണ്ടുപോകുന്നത് മൃഗങ്ങളെന്നല്ല, കുട്ടികളെയാണ്. അപകടമുണ്ടാകുമ്പോൾ ഉത്തരവാദിത്തം ബസ് സർവീസ് നടത്തിപ്പുകാർക്കാണെന്ന് പറഞ്ഞ് സ്കൂളുകൾ കൈയൊഴിയും. നടത്തിപ്പുകാർ ജീവനക്കാരായ ഒമാനി സ്വദേശികൾക്ക് മേലും പഴിചാരി രക്ഷപ്പെടും. നിങ്ങൾ ഉത്തരവാദിത്തമാണ്, പേരന്റിന് ഉത്തരവാദിത്തമാണെന്നാണ് സ്കൂളുകാർ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നത്. അടച്ചിട്ട ബസ്സിൽ കുടുങ്ങിയ വിദ്യാർത്ഥികൾ മരിച്ച സംഭവങ്ങൾ വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തതോടെ UAE, ഖത്തർ എന്നിവിടങ്ങളിൽ കർശന നിയമങ്ങളാണ് നടപ്പാക്കിയത്. ഒമാനിൽ സ്കൂൾ ബസ്സിൽ കെയർടേക്കർ നിയോഗിച്ചിട്ടുണ്ടെങ്കിലും കുട്ടികളുടെ സുരക്ഷാ കാര്യത്തിൽ അവർ തീർത്തും അശ്രദ്ധരാണെന്നാണ് ഇന്നത്തെ സംഭവം തെളിയിക്കുന്നത്. അയാൾ ഇതുവരെ കിട്ടിയിട്ടില്ല. ആള് വഴിയിൽ ഇറങ്ങിയെന്നാണ് ഇപ്പോൾ ഈ ഡ്രൈവർ ഇതിൻ്റെ ഡ്രൈവർ പറയുന്നത്. അയാൾ ഒമാനിയാണോ? ഒമാനിയല്ല, ഇന്ത്യനാണ്. കെയർടേക്കർ ഡ്രൈവർ ഒമാനിയാണ്. അനിഷ്ട സംഭവങ്ങളെ തുടർന്ന് സ്വന്തം ബസ് സർവീസ് ആരംഭിക്കാൻ ചില സ്കൂളുകൾ ശ്രമം ആരംഭിച്ചെങ്കിലും പദ്ധതി എങ്ങുമെത്തിയിട്ടില്ല. മീഡിയ 1, മസ്കത്ത്.